ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3ാം ക്ലാസ്സിൻ്റെ എൻവയോൺമെൻറ്റൽ സയൻസിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ്. അപ്പം ആക്ടിവിറ്റി 1 ബട്ടർഫ്ലൈസ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ബട്ടർഫ്ലൈസ് ആർ ഡിഫറെൻറ്റ് ഇൻ ദെയർ കളേഴ്സ് ആൻഡ് ഡിസൈൻസ്. നിങ്ങൾ ബട്ടർഫ്ലൈ പൂമ്പാറ്റിനെ കണ്ടിട്ടില്ലേ? അത് അതിൻ്റെ കളറിലും ഡിസൈൻസിലൊക്കെ ഡിഫറെൻ്റ് ആണ്. നിങ്ങൾ കാണുന്ന ഓരോ പൂമ്പാറ്റകളും വ്യത്യസ്തമായിട്ടല്ലേ? പൂമ്പാറ്റകളെ കാണാൻ നല്ല ഭംഗിയാണ് അല്ലേ? അപ്പോൾ അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറിലും ഡിസൈൻസിലുമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഹിയർ ഈസ് ആൻ ഔട്ട്ലൈൻ ഓഫ് എ ബട്ടർഫ്ലൈ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ബട്ടർഫ്ലൈൻ്റെ ഒരു ഔട്ട്ലൈൻ തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് നല്ല മുഞ്ചിൽ കളർ ചെയ്യുക. അതാണ് നിങ്ങളോട് പറയുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് വളരെ ഈസിയാണ്, മാർക്ക് വേഗം സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ബട്ടർഫ്ലൈനെ നല്ല ഭംഗിയിൽ നല്ല മുഞ്ചാക്കിയിട്ട് കളർ ചെയ്യുക. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ബട്ടർഫ്ലൈസ് ഇൻ അവർ ലൊക്കാലിറ്റി ഹാവ് ഡിഫറെൻറ്റ് നെയിംസ്. നമ്മളെ ലൊക്കാലിറ്റിയിലുള്ള ബട്ടർഫ്ലൈസിനൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള നെയിംസ് ഉണ്ട്. റൈറ്റ് ദി നെയിം ഓഫ് എ ബട്ടർഫ്ലൈ യു ഹാവ് സീൻ. അപ്പം നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു ബട്ടർഫ്ലൈൻ്റെ പേര് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ള ഏതെങ്കിലും ഒരു ബട്ടർഫ്ലൈൻ്റെ പേര് എഴുതുക. അപ്പം ഞാനിവിടെ ഒരു പേര് പറഞ്ഞുതരാം, അത് നിങ്ങൾ എഴുതണം എന്നില്ല. നിങ്ങൾ കണ്ടിട്ടുള്ളതിൻ്റെ എഴുതിയാലും മതി. ബട്ടർഫ്ലൈൻ്റെ പേരാണ് കോമൺ, മർമൺ അല്ലെങ്കിൽ ലൈം ബട്ടർഫ്ലൈ. അടുത്തത് ഹാവിൻ യു ഒബ്സർവ്ഡ് ദി ലൈഫ് സൈക്കിൾ ഓഫ് എ ബട്ടർഫ്ലൈ ഫിൽ അപ്പ് ദി ബ്ലാങ്ക്സ്. അപ്പം ഇവിടെ ഒരു ബട്ടർഫ്ലൈൻ്റെ ലൈഫ് സൈക്കിൾ തന്നിട്ടുണ്ട്. എങ്ങനെയാണ്? എഗ്ഗ്, ലാർവ, പിന്നെ എന്താണെന്നുള്ളത് നിങ്ങൾ ഫില്ല് ചെയ്യണം. എന്നിട്ടാണ് അത് എന്തായിട്ട് മാറുന്നത്? ബട്ടർഫ്ലൈ ആയിട്ട് മാറുന്നത്. അപ്പം എഗ്ഗ് എന്തായിട്ട് മാറും? ലാർവയായിട്ട് മാറും. അത് പിന്നെ എന്തായിട്ട് മാറുന്നത്? പ്യൂപ്പയായിട്ട് മാറും. പ്യൂപ്പയാണ് ബട്ടർഫ്ലൈ ആയിട്ട് മാറുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനാണ് ക്വസ്റ്റ്യനാണ്. ചിൽഡ്രൻ ബ്രോഡ് സം പ്ലാന്റ് ടു എക്സ്പാൻഡ് ദി ബട്ടർഫ്ലൈ പാർക്ക് ഇൻ സ്കൂൾ. അപ്പം സ്കൂളിലുള്ള ബട്ടർഫ്ലൈ പാർക്ക് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികൾ കുറച്ച് പ്ലാൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഹെൽപ്പ് മിത്ര പ്രിപ്പയർ ദി ഹരിത കാർഡ് ഗ്യാതറിങ് ഇൻഫർമേഷൻ ഓഫ് ഇലമുളച്ചി ആൻഡ് കറി ലീഫ് പ്ലാന്റ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? മിത്രനെ ഹെൽപ്പ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യേണ്ടത്? മിത്ര ഒരു ഹരിത കാർഡ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മിത്രക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷനൊക്കെ കൊടുത്തിട്ട് മിത്രനെ ഹെൽപ്പ് ചെയ്യാനാണ് പറയുന്നത്, ഈ ഹരിത കാർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ തന്നിട്ടുള്ള ഏതാണ്? ഇലമുളച്ചിയാണ്. ഇലമുളച്ചി എന്ന് പറഞ്ഞാൽ മിറാക്കിൾ ലീഫ് പ്ലാന്റ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് എഴുതേണ്ടത്? അത് ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? പാർട്ട് യൂസ്ഡ് ഫോർ പ്ലാന്റിങ്. നിങ്ങൾ ഇലമുളച്ചി കുഴിച്ചിടുന്ന സമയത്ത് അതിൻ്റെ ഏത് പാർട്ട് ഉപയോഗിച്ചിട്ടാണ് അത് കുഴിച്ചിടുക എന്നുള്ളത് എഴുതണം. ഫീച്ചേഴ്സ് ഓഫ് ദി ലീവ്സ്, അതിൻ്റെ ലീവ്സിൻ്റെ ഫീച്ചർ എന്താണെന്ന് എഴുതണം. അതുപോലെ തന്നെ സ്റ്റെമ്മിൻ്റെ ഫീച്ചറും എഴുതണം. ഇനി അടുത്തത് കറി ലീഫ് പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ കറി ലീഫ് പ്ലാന്റ് എടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ കാറ്റഗറി എന്താണെന്ന് എഴുതുക. അതായത് ഹെർബാണോ, ട്രീ ആണോ, ഷ്രബാണോ എന്ന് എഴുതുക. പിന്നെ പാർട്ട് യൂസ്ഡ് ഫോർ പ്ലാന്റിങ്, നിങ്ങളത് കുഴിച്ചിടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഏത് പാർട്ടാണ് യൂസ് ചെയ്യാന്ന് എഴുതുക. ഫീച്ചേഴ്സ് ഓഫ് ദി ലീവ്സിൻ്റെ ഫീച്ചേഴ്സ് എഴുതുക. ഫീച്ചേഴ്സ് ഓഫ് ദി സ്റ്റെമ്മിൻ്റെ ഫീച്ചേഴ്സും എഴുതുക. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഫീച്ചേഴ്സൊക്കെ നമുക്കൊന്ന് എഴുതി നോക്കിയാലോ. അപ്പോൾ ഇലമുളച്ചി അല്ലെങ്കിൽ മിറാക്കിൾ ലീഫ് പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാറ്റഗറി വരുന്നത് ഹെർബാണ്. പാർട്ട് യൂസ്ഡ് ഫോർ പ്ലാന്റിങ് ലീഫാണ്. ഫീച്ചേഴ്സ് ഓഫ് ദി ലീവ്സ് എങ്ങനെയാണ്? തിക്ക്, ഫ്ലഷി, ഹാസ് സ്മോൾ ബഡ്സ് അലോങ് ദി എഡ്ജസ്. അതിൻ്റെ എഡ്ജസിൽ, അതിൻ്റെ അറ്റത്ത്, ഇതിപ്പോൾ ലീഫാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അറ്റത്ത് എന്തുണ്ടാവും? ചെറിയ ബഡ്സ് ഉണ്ടാവും. അടുത്തത് ഫീച്ചേഴ്സ് ഓഫ് ദി സ്റ്റെമ്മിൻ്റെ ഫീച്ചർ എന്താണ്? സോഫ്റ്റ്, സ്മൂത്ത് ആൻഡ് ഗ്രീനിഷ് പർപ്പിൾ ആണ് സ്റ്റെമ്മ് വരുന്നത്. അടുത്തത് കറി ലീഫ് പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ കാറ്റഗറി ഷ്രബ് അല്ലെങ്കിൽ ട്രീ ആണ്. പാർട്ട് യൂസ്ഡ് ഫോർ പ്ലാന്റിങ് സ്റ്റെം കട്ടിംഗ് ആണ്. കറി ലീഫ് പറഞ്ഞാൽ കരിവേപ്പില, അത് സ്റ്റെം കട്ടിങ് യൂസ് ചെയ്യും, അല്ലെങ്കിൽ അതിൻ്റെ അല്ലെങ്കിൽ സീഡാണ്. പിന്നെ ലീവ്സിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? സ്മോൾ, ഡാർക്ക് ഗ്രീൻ, പോയിൻറ്റഡ് ആൻഡ് ഹാസ് എ സ്ട്രോങ് സ്മെല്ല്. സ്മോളാണ്, ഡാർക്ക് ഗ്രീൻ ആണ്, പോയിൻറ്റഡ് ആണ്. നിങ്ങൾ കണ്ടില്ലേ കറിവേപ്പ്? അതന്നെയാണ് സാധനം. ഹാസ് സ്ട്രോങ് സ്മെല്ല്, അതിൻ്റെ സ്മെല്ല് എന്താണ്? സ്ട്രോങ് ആണ്. ഫീച്ചേഴ്സ് ഓഫ് സ്റ്റെമ്മ് എന്താണ്? വുഡി, ഹാർഡ്, ഡാർക്ക് ഗ്രേ ആണ് സ്റ്റെമ്മ് വരുന്നത്. മൂവ്സ് ആക്ടിവിറ്റി 2 ആണ്. മൂവ്സ് അതായത് മൂവ്മെൻ്റ് ആണ് പറയുന്നത്, ചലനം. അപ്പോൾ നിങ്ങൾക്ക് താഴെ കുറച്ച് ജീവികളെ തന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് ചലിക്കുന്നത് എന്ന് നിങ്ങളോട് പറയാനാണ് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നത് ഏതാണ്? സ്നേക്ക് തന്നിട്ടുണ്ട്, ഫിഷ്, മാൻ ആൻഡ് ക്രോ തന്നിട്ടുണ്ട്. അതിൽ സ്നേക്ക് ആണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക?
ഇയയുന്നതിന് എന്താ പറയുക, ഇയഞ്ഞ് പോവുകയാണ് ചെയ്യുക. അതിനെയാണ് എന്താ പറയുന്നത്, ക്രൗൾ എന്ന് പറയുന്നത്. ഫിഷ് ആണെന്നുണ്ടെങ്കിലോ നീന്താണ് ചെയ്യുക. നീന്തുന്നതിനെയാണ് എന്ത് പറയുന്നത്, സ്വിം എന്ന് പറയുന്നത്. അടുത്തത് മനുഷ്യനാണെന്നുണ്ടെങ്കിൽ നടന്ന് പോവുകയാണ് ചെയ്യുക, വാക്ക്. പിന്നെ ക്രോ ആണെന്നുണ്ടെങ്കിൽ പറന്ന് പോവുകയാണ് ചെയ്യുക, ഫ്ലൈ. അപ്പം ഇങ്ങനെയാണ് വരുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. സ്നേക്ക് ആണെന്നുണ്ടെങ്കിൽ ഇയഞ്ഞു പോവും, ഫിഷ് ആണെന്നുണ്ടെങ്കിൽ സ്വിം ചെയ്യും, ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ എന്താ ചെയ്യുന്നത്, നിങ്ങളൊക്കെ അല്ലേ, അപ്പം നിങ്ങൾ നടക്കുകയാണ്, വാക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്രോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പക്ഷിയാണ്, അതെന്താ പറക്കുകയാണ് ചെയ്യുക. അടുത്തത് ഒബ്സർവ് ദി പിക്ചേഴ്സ് ബിലോ ആൻഡ് റൈറ്റ് ദി ബോഡി ഫീച്ചേഴ്സ് ഓഫ് ഡക്ക് ആൻഡ് ദി ചൈൽഡ് ബേസ്ഡ് ഓൺ ദെയർ മൂവ്മെൻറ്റ്. അപ്പം ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, ഒരു ഡക്കിനെയും അതുപോലെ തന്നെ ഒരു ചൈൽഡിനെയും തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റിൻ്റെ ബേസിൽ അതിൻ്റെ ഫീച്ചേഴ്സ് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡക്കിൻ്റെത് എന്ത് ചെയ്താം, വെബ്ഡ് ഫീറ്റ്, ഹെൽപ്പ് ഫോർ സ്വിമ്മിങ് എഴുതാം. അതുപോലെ തന്നെ ഈ ഒരു ഗേളിൻ്റെത് എന്ത് ചെയ്താം, ലെഗ് ഹെൽപ്പ് ഫോർ വാക്കിംഗ് എന്ന് എഴുതാം. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് അവരുടെ മൂവ്മെൻറ്റിന് ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് അങ്ങനെയാണ് ഫീച്ചേഴ്സ് എഴുതാൻ പറ്റുക. ഡക്കാണെന്നുണ്ടെങ്കിൽ വെബ്ഡ് ഫീറ്റ് ഹെൽപ്പ് ഫോർ സ്വിമ്മിങ് എഴുതാം. അതുപോലെ തന്നെ ഗേൾ ആണെന്നുണ്ടെങ്കിൽ ലെഗ് ഹെൽപ്പ് ഫോർ വാക്കിംഗ് എന്നും എഴുതാം. ഇത് സി ക്വസ്റ്റ്യൻ ആണ്. ഒബ്സർവ് ദി ക്രിയേച്ചേഴ്സ് ഗിവൺ ബിലോ. താഴെ നിങ്ങൾക്ക് കുറച്ച് ജീവികൾ തന്നിട്ടുണ്ട്. ഐഡൻറ്റിഫൈ ആൻഡ് സർക്കിൾ ദി ഓഡ് വൺ ബേസ്ഡ് ഓൺ ദെയർ മൂവ്മെൻറ്റ്. അപ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് അതിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഓഡ് വണ്ണ് സർക്കിൾ ചെയ്യാനാണ് പറയുന്നത്. അപ്പം ഇവിടെ നമുക്ക് തന്നത് എന്തൊക്കെയാണ്, ആൻഡ് ഉണ്ട്, എലിഫൻ്റ് ഉണ്ട്, കൗ ഉണ്ട്, അതുപോലെ തന്നെ ക്രോക്കഡൈലും ഉണ്ട്. അപ്പം ആൻഡ് ആണെങ്കിലും എലിഫൻ്റ് ആണെങ്കിലും കൗ ആണെങ്കിലും ഒക്കെ എന്താ ചെയ്യുക, നടക്കുകയാണ് ചെയ്യുന്നത്, വാക്കാണ് ചെയ്യുന്നത്, വാക്ക് ചെയ്യാണ് ചെയ്യുക. പക്ഷേ ഈ ക്രോക്കഡൈലാണെങ്കിൽ എന്താ ചെയ്യുക, ക്രൗൾ ചെയ്യാണ് ചെയ്യുക. അപ്പം ക്രൗൾ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ഓടായിട്ട് വരുന്നത് ഏതാണ്, ഇത് മൂന്നും നടക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ക്രോക്കഡൈൽ മാത്രമാണ് ക്രൗൾ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഏതാണ് പറയാൻ പറ്റുക, ക്രോക്കഡൈലാണ് ഓഡ് വണ്ണായിട്ട് വരുന്നത്. അടുത്തത് ഒബ്സർവ് ദി പിക്ചർ. താഴെ തന്നിട്ടുള്ള പിക്ചർ ഒബ്സർവ് ചെയ്യുക. എന്നിട്ട് ആക്ടിവിറ്റി 3 ആണ് പ്രൊട്ടക്ഷൻ ഓഫ് പ്ലാന്റ് എന്നാണ് ആ ഒരു ക്വസ്റ്റ്യൻ്റെ പേര്. പ്രൊട്ടക്ഷൻ ഓഫ് പ്ലാന്റിൻ്റെ പ്രൊട്ടക്ഷൻ. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പിക്ചർ തന്നിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ് ഈ പിക്ചറിൽ എന്തൊക്കെയാണുള്ളത്. പിക്ചറിൽ ഒരു അണ്ണാരക്കണ്ണനുണ്ട്, പിന്നെ എന്തുണ്ട്, റാബിറ്റ് ഉണ്ട്, പിന്നെ മാനുണ്ട്, പിന്നെ ഇവിടെ എന്തുണ്ട്, പൂമ്പാറ്റുണ്ട്, അതുപോലെ തന്നെ പുഴു, ഇതൊക്കെ ഉണ്ട്. പിന്നെ പ്ലാന്റ്, പുല്ലുകൾ, മരം, പിന്നെ ഇവിടെ ഒരു പക്ഷിയുണ്ട്, പക്ഷീൻ്റെ ചെറിയൊരു കൂട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഫിഗറിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ് വാട്ട് ആർ ദി ബെനിഫിറ്റ് ഓഫ് പ്ലാന്റ് ഫോർ അതർ ലിവിങ് ബീങ്സ്. അപ്പം എന്താണ് മറ്റ് ജീവികൾക്ക് ഈ പ്ലാന്റ് കാരണമുള്ള ഉപകാരം എന്തൊക്കെയെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ പ്ലാന്റ് കാരണമുള്ള ഉപകാരം എന്തൊക്കെയാണ്, പ്ലാന്റ് ഗിവ് അസ് ഫുഡ്. പ്ലാന്റ് നമുക്ക് ഫുഡ് തരുന്നു. പ്ലാന്റ് ഗിവ് ഷെൽട്ടർ ആൻഡ് ഹോം. ബേർഡ്സിനും അനിമൽസിനൊക്കെ ഷെൽട്ടറും അതുപോലെ തന്നെ ഹോമും കൊടുക്കുന്നു. പ്ലാന്റ് ഗിവ് അസ് ക്ലീൻ എയർ. ക്ലീൻ ആയിട്ടുള്ള ഓക്സിജൻ അടങ്ങിയിട്ടുള്ള എയർ നമുക്ക് ബ്രീത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് തരുന്നു. അപ്പോൾ അടുത്തത് റീന ആൻഡ് ഹെർ ഫ്രണ്ട്സ് ആർ എക്സ്പാൻഡിങ് ദി ബയോഡൈവേഴ്സിറ്റി പാർക്ക്. റീനയും അവളുടെ ഫ്രണ്ട്സും ബയോഡൈവേഴ്സിറ്റി പാർക്ക് എക്സ്പാൻഡ് ചെയ്യാണ്. ഫോർ ദീസ്, ഇതിന് വേണ്ടിയിട്ട് ദേ പ്രിപ്പയർഡ് എ ലിസ്റ്റ് ഓഫ് പ്ലാന്റ്സ് ഇൻ ദി പാർക്ക്. അപ്പോൾ അവരെന്ത് ചെയ്തു, ആ പാർക്കിലുള്ള പ്ലാന്റ്സിൻ്റെ ലിസ്റ്റ് എടുത്തു. ഏതൊക്കെയാണ് പ്ലാന്റ്സ്, റോസ് ഉണ്ട്, മുക്കുറ്റി, ഹിബിസ്കസ്, മാംഗോ ട്രീ, പ്ലാന്റെയിന്, തുമ്പ, ജാക്ക് ഫ്രൂട്ട് ട്രീ, തുളസി, ബനിയൻ ട്രീ ഒക്കെയാണ് ഉള്ളത്. ഹെൽപ്പ് ദം കാറ്റഗറൈസ് ദീസ് പ്ലാന്റ്സ്, റൈറ്റ് ഓൾസോ ദി ക്രൈറ്റീരിയ ഇൻ ദി റെലവൻറ്റ് കോളം. അപ്പം ഇവരെ ഇത് കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാനാണ് പറയുന്നത്. അപ്പം ഇവിടെ ആദ്യം തന്നത് ഹെർബ്സ് ആണ്. അടുത്തത് നമുക്ക് എന്ത് കൊടുക്കാം, ഷ്രബ്സ് കൊടുക്കാം. അടുത്തത് ട്രീസ് കൊടുക്കാം. ഇനി ഹെർബ്സിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഹെർബ്സിൽ വരുന്നതാണ് മുക്കുറ്റി, ഹിബിസ്കസ്, പ്ലാന്റെയിന്, തുളസി. ഇതൊക്കെ എന്തിൽ വരുന്നതാണ്. അപ്പോൾ നമുക്കതിനെ എങ്ങനെയൊക്കെ കാറ്റഗറൈസ് ചെയ്യാം, ഹെർബ്സ്, ഷ്രബ്സ് ആൻഡ് ട്രീസ് ആക്കിയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഹെർബ്സിൽ വരുന്നതാണ് മുക്കുറ്റി, തുമ്പ, തുളസി, പ്ലാന്റെയിന്. ഷ്രബ്സിൽ വരുന്നതാണ് റോസ്, ഹിബിസ്കസ്. അടുത്തത് ട്രീസിൽ വരുന്നതാണ് മാംഗോ ട്രീ, ബനിയൻ ട്രീ ആൻഡ് ജാക്ക് ഫ്രൂട്ട് ട്രീ.
അപ്പോൾ അടുത്തത് ആക്ടിവിറ്റി 4 ലെറ്റ്സ് പ്ലാന്റ് ആൻഡ് ഗ്രോ. നമുക്ക് എന്ത് ചെയ്യാം, കുഴിച്ചിടാം, എന്നിട്ട് അതിൻ്റെ വളർച്ച നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എങ്ങനെയാണ് അത് കുഴിച്ചിടുന്നത്, അതുപോലെ തന്നെ അത് എവിടെ നിന്നാണ് അതിൻ്റെ തൈ അല്ലെങ്കിൽ എന്ത് കുഴിച്ചിട്ടാലാണ് അത് ഉണ്ടാവുക എന്നുള്ളതാണ് ഇവിടെ മേലെ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അപ്പം ഏതൊക്കെ വഴിയാണ് ഇവിടെ തന്നിട്ടുള്ള ഈ ഒരു റോസ്, മാംഗോ ട്രീ, അതുപോലെ തന്നെ നിശാഗന്ധി, പീ, നീലപ്പന, കടപ്പ് ലാവ്, അതുപോലെ തന്നെ കടപ്ലാവും, അതുപോലെ തന്നെ ഹിബിസ്കസ്, ഇതൊക്കെ എങ്ങനെയാണ് വളരുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ തൈ കിട്ടുന്നത് എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പം ആദ്യത്തത് ജെർമിനേറ്റിംഗ് ഫ്രം സീഡ്സ്, അത് സീഡ്സിൽ നിന്ന് ജെർമിനേറ്റ് ചെയ്യാന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ സ്പ്രൗട്ടിംഗ് ഫ്രം സ്റ്റെമ്മിൽ നിന്ന് അത് മുളച്ച് വരിക എന്നാണ് പറയുന്നത്. അപ്രൂട്ടിംഗ് ഫ്രം ലീവ്സ്, അല്ലെങ്കിൽ ലീവ്സിൽ നിന്ന് അത് റൂട്ട് ഉണ്ടായിട്ട് വരിക എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ സ്പ്രൗട്ടിംഗ് ഫ്രം റൂട്ട്സ്, അല്ലെങ്കിൽ റൂട്ടിൽ നിന്ന്, വേരുകളിൽ നിന്ന് അത് മുളച്ചുണ്ടാവുക എന്നാണ് പറയുന്നത്. അപ്പം റോസ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റെമ്മെന്ന് സ്പ്രൗട്ട് ചെയ്ത് വരികയാണ് ചെയ്യുക. മാംഗോ ട്രീ ആണെന്നുണ്ടെങ്കിൽ സീഡ്സിൽ നിന്ന് ജെർമിനേറ്റ് ചെയ്താണ് വരിക. നിശാഗന്ധി ആണെന്നുണ്ടെങ്കിൽ സ്പ്രൗട്ടിങ് ഫ്രം സ്റ്റെമ്മിൽ നിന്ന് സ്പ്രൗട്ട് ചെയ്തിട്ടാണ് വരുന്നത്. പീ ആണെന്നുണ്ടെങ്കിൽ സീഡിൽ നിന്ന് ജെർമിനേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. നീലപ്പനയാണെന്നുണ്ടെങ്കിൽ സ്പ്രൗട്ടിങ് ഫ്രം ദി സ്റ്റെമ്മിൽ നിന്ന് സ്പ്രൗട്ട് ചെയ്തിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ അത് എന്തും ചെയ്യുന്നുണ്ട്, ലീവ്സിൽ നിന്ന് അപ്രൂട്ട് ചെയ്തിട്ടും അത് ഉണ്ടാവുന്നുണ്ട്. അടുത്തത് കടപ്ലാവ് ആണെന്നുണ്ടെങ്കിൽ റൂട്ടിൽ നിന്ന് സ്പ്രൗട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹിബിസ്കസ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റെമ്മിൽ നിന്ന് സ്പ്രൗട്ട് ചെയ്തിട്ടാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് ന്യൂ പ്ലാന്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം വേരിയസ് പാർട്സ് ഓഫ് പ്ലാന്റ്. അപ്പോൾ വേരിയസ് പാർട്സ് ഓഫ് പ്ലാന്റിൽ നിന്ന് പുതിയൊരു പ്ലാന്റ് ഉണ്ടാവുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ. ഓക്കെ, അനലൈസ് ദി ടേബിൾ ആൻഡ് റൈറ്റ് യുവർ ഫൈൻഡിങ്സ്. അപ്പോൾ നിങ്ങളുടെ ഫൈൻഡിങ്സ് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതി നോക്കാം. ഇപ്പോൾ ഇവിടെ എന്താണ് പറയേണ്ടത്, ന്യൂ പ്ലാന്റ്സ് ഗ്രോ ഫ്രം ഡിഫറെൻറ്റ് പാർട്ട് സച്ച് ആസ് സീഡ്, സ്റ്റെമ്മ്, ലീവ്സ് ആൻഡ് റൂട്ട്. പുതിയ പ്ലാന്റ് എവിടെ നിന്നൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, സീഡിൽ നിന്നും സ്റ്റെമ്മിൽ നിന്നും ലീവ്സിൽ നിന്നും റൂട്ടിൽ നിന്നും ഉണ്ടാവുന്നുണ്ട്. പ്ലാന്റ് ആയിട്ടുള്ള മാംഗോ ട്രീയും പീയും സീഡ്സിൽ നിന്ന് റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പ്ലാന്റ് ആയിട്ടുള്ള റോസ്, നിശാഗന്ധി, ഹിബിസ്കസ് സ്റ്റെം കട്ടിങ്ങിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കടപ്ലാവ് റൂട്ടിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട്. നീലപ്പന ലീവ്സിൽ നിന്നും അതുപോലെ തന്നെ സ്റ്റെംസിൽ നിന്നും സ്പ്രൗട്ട് ചെയ്തിട്ട് ഉണ്ടാവുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓപ്ഷനാണ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഷോ സ്റ്റേജസ് ഓഫ് ദി ഗ്രോത്ത് ഓഫ് പീ പ്ലാന്റ്. ഒരു പീ പ്ലാന്റിൻ്റെ സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് ഇതിലേതാണ് കറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് 3 തന്നിട്ടുണ്ട്. അപ്പം ഇതിലേതാണ് കറക്റ്റ് നിങ്ങൾ പറയൂ. ഇതാണ് കറക്റ്റായിട്ടുള്ളത്. കാരണം എന്താണ്, ഇവിടെ പീ പ്ലാന്റ് ആദ്യം നമ്മൾ സോയിലിലേക്ക് വെച്ചു. അത് കഴിഞ്ഞിട്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, മുളക്കുന്നുണ്ട് അല്ലേ, വേര് വരുന്നുണ്ട്. അതുപോലെ തന്നെ ലീഫിൻ്റെ ചെറിയൊരു പാർട്ടും വരുന്നുണ്ട്. അങ്ങനെ പിന്നെ ആ വേര് നന്നായിട്ട് പിടിക്കുന്നുണ്ട്, ലീഫ് പുറത്തേക്ക് കാണുന്നുണ്ട്. പിന്നെയും ലീഫ് വളർന്ന് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ലാസ്റ്റിലേക്ക് എത്തുന്ന സമയത്ത് വേരും ലീഫൊക്കെ നന്നായിട്ട് വളരുന്നുണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്രോത്തിൻ്റെ ഒരു കണ്ടീഷൻ എത്തി കഴിയുമ്പോൾ പീ പ്ലാന്റ് പുറത്തേക്ക്, അതായത് പീ പ്ലാന്റിലുള്ള പീ പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് തെറ്റാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്നും വരുന്നില്ല, റൂട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ റൂട്ട് വന്നു കഴിഞ്ഞിട്ടാണ് ശരിക്കും എന്തുണ്ടാവുന്നത്, ലീഫ് ഉണ്ടാവുന്നത്. ഇവിടെ ഒന്നും റൂട്ട് വരുന്നില്ല. അതുകൊണ്ട് എന്താണ്, ഇതും തെറ്റാണ്. ആക്ടിവിറ്റി 5 ഫെസ്റ്റിവൽ ഓഫ് ഫോറസ്റ്റ്, കാട്ടിലെ ഉത്സവത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഫുഡ് ഫെസ്റ്റ് ഈസ് ഗോയിങ് ഓൺ ദി ഫോറസ്റ്റിൽ ഫുഡ് ഫെസ്റ്റ് നടക്കുന്നുണ്ട്. മിട്ടോമങ്കി പ്രിപ്പയർ ദി ലിസ്റ്റ് ഓഫ് ഫുഡ് ഐറ്റംസ് ഈറ്റൺ ബൈ ഡിഫറെൻറ്റ് ക്രിയേച്ചേഴ്സ്. വ്യത്യസ്തമായിട്ടുള്ള ജീവികൾ കഴിക്കുന്ന ഫുഡ് ഐറ്റത്തിൻ്റെ ലിസ്റ്റാണ് മിട്ടോമങ്കി ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം നമുക്ക് ജീവികളെ പേര് തന്നിട്ടുണ്ട്. ബിയർ, എലിഫൻറ്റ്, ഈഗിള്, ക്രോ, ടൈഗർ, ഡിയർ. അപ്പം ബിയർ കഴിക്കുന്നത് എന്തൊക്കെയാണ്, ബിയർ കഴിക്കുന്നത് ഫ്രൂട്ട്സും സ്മോൾ ക്രിയേച്ചേഴ്സിനെയും കഴിക്കും. എലിഫൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഗ്രാസ് കഴിക്കും, ഫ്രൂട്ട്സ് കഴിക്കും. ഈഗിള് മീറ്റും ഫിഷും കഴിക്കും. ക്രോ ആണെന്നുണ്ടെങ്കിൽ മീറ്റ്, ഫ്രൂട്ട് കഴിക്കും. ടൈഗർ മീറ്റ് കഴിക്കും. ഡിയർ ഗ്രാസ് കഴിക്കും. ഫുഡ് ഐറ്റം ഫോർ ക്രിയേച്ചേഴ്സ് വേർ അറേഞ്ച്ഡ് ഇൻ 3 കൗണ്ടേഴ്സ്. അപ്പോൾ 3 കൗണ്ടർ ഇട്ടിട്ടുണ്ട്. ആദ്യത്തെ കൗണ്ടറിൻ്റെ പേര് ഹെർബിവോറസ് ആണ്, കാർണിവോറസ് ആണ് സെക്കൻഡ് കൗണ്ടർ, ഒംനിവോറസ് ആണ് തേർഡ് കൗണ്ടർ. ഫ്രം വിച്ച് കൗണ്ടേഴ്സ് ഷുഡ് ദി ക്രിയേച്ചേഴ്സ് ഗെറ്റ് ദിയർ ഫുഡ്. അപ്പം ഇതിൽ ഏത് കൗണ്ടറിൽ നിന്നാണ് ഓരോ ക്രിയേച്ചേഴ്സിനും അതിൻ്റെ ഫുഡ് കിട്ടുക എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഹെർബിവോറസ് കൗണ്ടേഴ്സിൽ നിന്ന് ഫുഡ് കിട്ടുന്ന ക്രിയേച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് ആദ്യം എഴുതാം. അപ്പം ഹെർബിവോറസ് കൗണ്ടേഴ്സിൽ നിന്ന് കിട്ടുന്നതാണ് എലിഫൻറ്റും ഡിയറും. കാർണിവോറസ് ആണെന്നുണ്ടെങ്കിൽ ഈഗിളും ടൈഗറിനുമാണ് കാർണിവോറസ് കൗണ്ടറിൽ നിന്ന് കിട്ടുന്നത്. ഒംനിവോറസ് കൗണ്ടറിൽ നിന്ന് കിട്ടുന്നത് ബിയറിനും ക്രോക്കുമാണ് കിട്ടുന്നത്.
ബി ക്വസ്റ്റ്യൻ ആണ്. മിട്ടു ആൻഡ് ടീം സെർവ്ഡ് ദി ഫുഡ് ഐറ്റം ഇൻ ദി കൗണ്ടേഴ്സ് ബേസ്ഡ് ഓൺ ദി ബോഡി ഫീച്ചേഴ്സ് ഓഫ് ദി ക്രിയേച്ചേഴ്സ്. മിട്ടും അതുപോലെ അവൻ്റെ ടീം എന്ത് ചെയ്തു, ഓരോ കൗണ്ടേഴ്സിലും ഫുഡ് വിളമ്പിയത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ബോഡി ഫീച്ചേഴ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് എങ്കിൽ വാട്ട് ആർ ദി ബോഡി ഫീച്ചേഴ്സ് വിച്ച് ഹെൽപ്പ് ദി ഫോളോയിങ് ക്രിയേച്ചേഴ്സ് ഇൻ ഗ്യാതറിങ് ഫുഡ്. അപ്പം ഏതൊക്കെ ബോഡി ഫീച്ചേഴ്സാണ് അവരെ ഹെൽപ്പ് ചെയ്തത് എന്നാണ് ചോദിക്കുന്നത്. അവിടെ ടൈഗറും ഈഗിളും ആണ് തന്നത്. അപ്പോൾ ഏതൊക്കെ ബോഡി ഫീച്ചേഴ്സാണ് നോക്കാം. ഇപ്പോൾ ടൈഗർ ആണെന്നുണ്ടെങ്കിൽ ഷാർപ്പ് സ്ട്രോങ് ക്ലൗസ് ആൻഡ് ഷാർപ്പ് കാനൈൻ ഫോർ കാച്ചിങ് ആൻഡ് ടിയറിങ് ഫ്ലഷ്. അപ്പം പിന്നെ ടൈഗറിന് എന്തുണ്ട്, ടൈഗറിന് നല്ല കൂർത്തിട്ടുള്ള എന്തുണ്ട്, നഖങ്ങളും അതുപോലെ തന്നെ കൂർത്ത പല്ലുകളും ഒക്കെ ഉണ്ട്. ആ ഒരു പിന്നെ ജീവിനെ പിടിക്കാനും അതുപോലെ തന്നെ അതിനെ വലിച്ചു കീറി അതിൻ്റെ മാംസം കഴിക്കാനും. ഈഗിളാണെന്നുണ്ടെങ്കിൽ ഷാർപ്പ് ഹുക്ക്ഡ് ബീക്ക് ഉണ്ട്, അതിൻ്റെ ചുണ്ടുകൾ എന്താണ്, നല്ല ഷാർപ്പാണ് അതിൻ്റെ കൊക്കുകൾ. അതുപോലെ തന്നെ സ്ട്രോങ് ആണ്. കർവ്ഡ് ക്ലോസ് ഫോർ ക്യാച്ചിങ് ആൻഡ് ഹോൾഡിങ്, പ്രേനെ പിടിക്കാൻ എന്താണ്, കർവ്ഡ് ക്ലോസ് ഉണ്ട് അതിൻ്റെ. നഖങ്ങൾ കർവ്ഡ് ആണ് ഉള്ളത്. അതെന്തിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പിന്നെ ഇരേനെ പിടിക്കാനും അതുപോലെ തന്നെ അതിനെ നല്ല ശക്തിയിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തത് ആക്ടിവിറ്റി സി ആണ്. പുട്ട് ക്രോസ് മാർക്ക് എഗെയിൻസ്റ്റ് ദി റോങ് സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് വിത്ത് ഫ്രോഗ്. അപ്പോൾ ഫ്രോഗിനെ കുറിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ഇതിൽ റോങ് ആയിട്ടുള്ളതിന് ക്രോസ് മാർക്ക് ഇടാനാണ് പറയുന്നത്. ഫ്രോഗ് ലിവ് ഇൻ വാട്ടർ ആൻഡ് ലാൻഡ്, വാട്ടറിലും വെള്ളത്തിലും കരയിലും ജീവിക്കും. എന്താണ്, കറക്റ്റാണ്. ഈറ്റ് സ്മോൾ ക്രിയേച്ചേഴ്സ്, ചെറിയ ജീവികളെ ഭക്ഷിക്കും, കറക്റ്റാണ്. കനോട്ട് ക്യാച്ച് പ്രേ സ്ട്രോക്കിംഗ് ഔട്ട് ദി സ്റ്റിക്കി ടങ്ക്. ആ ഫ്രോഗിൻ്റെ സ്റ്റിക്കി ആയിട്ടുള്ള ഒട്ടിപ്പിടിക്കുന്ന രീതിയിലുള്ള ടങ്ക് പുറത്തേക്ക് ഇട്ടിട്ട് അത് ഇരകളെ പിടിക്കൂല എന്നാണ് പറയുന്നത്. അത് പിടിക്കും. അപ്പം പിടിക്കൂല എന്ന് പറഞ്ഞാൽ അതെന്താണ്, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ക്യാൻ സ്വിം ആൻഡ് ജമ്പ്, കറക്റ്റാണ്. അപ്പോൾ ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് തെറ്റായിട്ടുള്ളത്, ഈ മൂന്നാമത്തതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അടുത്തത് ആക്ടിവിറ്റി 6, ലെറ്റ്സ് മെഷർ റെയിൻ. ഇൻ ദി എമൗണ്ട് ഓഫ് റെയിൻഫോൾ ഇൻ ദി സറൗണ്ടിങ് ഓഫ് സ്കൂൾ ആൻഡ് ഹൗസ് ദി സെയിം ഈസ് ദി എമൗണ്ട് ഓഫ് റെയിൻ ഫോൾ ഇൻ ദി സറൗണ്ടിങ് ഓഫ് സ്കൂൾ ആൻഡ് ഹൗസ് ഈസ് ദി സെയിം. അപ്പോൾ നിങ്ങളുടെ വീട്ടിലും അതുപോലെ തന്നെ നിങ്ങളുടെ സ്കൂളിൻ്റെ ചുറ്റുപാടുമുള്ള മഴയുടെ അളവ് സെയിം ആണോ എന്നാണ് ചോദിക്കുന്നത്. നീന ആൻഡ് ഹെയർ ഫ്രണ്ട് മേക്ക് എ റെയിൻ ഗേജ് ടു മെഷർ റെയിൻഫോൾ. വിച്ച് മെറ്റീരിയൽ ടു ബി സെലക്റ്റഡ് ഫ്രം ദീസ് ഗിവൺ ബിലോ ടു മേക്ക് റെയിൻ ഗേജ്. അപ്പം നീനയും അതുപോലെ തന്നെ അവളുടെ ഫ്രണ്ടും റെയിൻ ഗേജ് ഉണ്ടാക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്, റെയിൻഫോൾ അളക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിൽ കുറച്ച് മെറ്റീരിയൽസ് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് തന്നത്, ഒരു ഫണൽ തന്നിട്ടുണ്ട്, പിന്നെ ഗ്ലാസ്, സ്കെയില്, ബീക്കർ, സ്പൂണ്, അതുപോലെ തന്നെ ഒരു കപ്പും തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് നിങ്ങൾ റെയിൻ ഗേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുക എന്നാണ് ചോദിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഏതൊക്കെയാണ് വേണ്ടത്. അപ്പോൾ റെയിൻ ഗേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഈ ഫണലും സ്കെയിലും അതുപോലെ തന്നെ ഈ ഒരു ബീക്കറുമാണ് ആവശ്യമായിട്ടുള്ളത്. അടുത്തത് ഡ്രോ ദി പിക്ചർ ഓഫ് എ റെയിൻ ഗേജ്. ഒരു റെയിൻ ഗേജിൻ്റെ പിക്ചർ വരയ്ക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ആദ്യം ബീക്കർ വേണം. ബീക്കറിൻ്റെ മേലെ നമ്മൾ എന്ത് ചെയ്യണം, ഫണൽ വെക്കണം. അതുപോലെ തന്നെ അതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ സ്കെയിലും വെക്കണം. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഫിഗർ വരക്കാം. അടുത്തത് വേർ ക്യാൻ വി ഫിക്സ് ദി റെയിൻ ഗേജ് ടു മെഷർ റെയിൻഫോൾ. പുട്ട് ടിക്ക് മാർക്ക് എഗെയിൻസ്റ്റ് ദി റൈറ്റ് ആൻസർ. എവിടെയാണ് നമ്മൾ റെയിൻ ഗേജ് വെക്കുക റെയിൻഫോൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്? അണ്ടർ ദി ട്രീൻ്റെ താഴെയാണോ വെക്കേണ്ടത്, അല്ലെങ്കിൽ ഇൻ ആൻ ഓപ്പൺ പ്ലേസ്, അല്ലെങ്കിൽ ഒരു ഓപ്പൺ പ്ലേസിലാണോ വെക്കേണ്ടത്? ഓൺ എ പ്ലേസ് വേർ വാട്ടർ ഫാൾ ഫ്രം ദി റൂഫ്. അപ്പോൾ വാട്ടർ റൂഫിൽ നിന്ന് വീഴുന്ന സ്ഥലം ഉണ്ടാവില്ലേ, നിങ്ങളെ വീടിൻ്റെ മേലെ നിന്നൊക്കെ വാട്ടർ മഴ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ വീടിൻ്റെ മേലെ നിന്നൊക്കെ വെള്ളം ഇങ്ങനെ വീഴുന്ന സ്ഥലങ്ങളില്ലേ, സൺഷെയ്ഡിലൂടെയും അതുപോലെ തന്നെ അവിടെ ഇട്ട പൈപ്പിലൂടെയൊക്കെ വെള്ളം താഴേക്ക് വരും. അവിടെയാണോ വെക്കേണ്ടത് എന്നാണ് ചോദിച്ചത്. അപ്പോൾ എവിടെയാണ് വെക്കേണ്ടത്? ഇൻ ആൻ ഓപ്പൺ പ്ലേസ്, ഒരു ഓപ്പൺ പ്ലേസിലാണ് വെക്കേണ്ടത്.